ഹലോ എവ്രി വൺ. ഇത് നമ്മൾ പരീക്ഷയ്ക്ക് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചെറിയ അധ്യായങ്ങൾ പാർട്ട് 2 ആണ്. ഓക്കെ, പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, കറൻസി നോട്ടിലെ ചിത്രങ്ങളാണ്. കറൻസി നോട്ടിലെ ചിത്രങ്ങൾ. ഓക്കെ, ₹1 നോട്ടിൽ ഏത് ചിത്രമാണ് കാണപ്പെടുന്നത്? മുംബൈയിലെ സാഗർ സാമ്രാട്ട് എന്ന എണ്ണക്കപ്പൽ ഖനനം ആണ് ₹1 നോട്ട്. മുംബൈയിലെ സാഗർ സാമ്രാട്ട് എന്ന എണ്ണക്കപ്പൽ ഖനനം. ₹2 നോട്ടിലോ ആര്യഭട്ടയാണ്. ആര്യഭട്ട 1975 ആര്യഭട്ട ഇന്ത്യയിലെ ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. ₹2 നോട്ടിൽ ആര്യഭട്ട. 5 നോട്ടിലോ ട്രാക്ടറും കലപ്പയുമാണ്. ₹5 നോട്ടിൽ ട്രാക്ടറും കലപ്പയും. ₹10 നോട്ടിലോ ഒഡീഷയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രമാണ്. ₹10 നോട്ടിൽ ഒഡീഷയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രം. ₹10 നോട്ടിൽ ഒഡീഷയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രം. ₹20 നോട്ടിൽ മഹാരാഷ്ട്രയിലെ എല്ലോറ ക്ഷേത്രമാണ്. ₹20 നോട്ടിൽ മഹാരാഷ്ട്രയിലെ എല്ലോറ ക്ഷേത്രം. ₹20 നോട്ടിൽ മഹാരാഷ്ട്രയിലെ എല്ലോറ ക്ഷേത്രം. ₹1 നോട്ടിൽ മുംബൈയിലെ സാഗർ സാമ്രാട്ട് എന്ന എണ്ണക്കപ്പൽ ഖനനം. ₹2 നോട്ടിൽ ആര്യഭട്ട. ₹5 നോട്ടിൽ ട്രാക്ടറും കലപ്പയും. ₹10 നോട്ടിൽ ഒഡീഷയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രം. ₹20 നോട്ടിൽ മഹാരാഷ്ട്രയിലെ എല്ലോറ ക്ഷേത്രം. ഓക്കെ, ₹50 നോട്ടിലോ ₹50 നോട്ടിൽ കർണാടകയിലെ ഹംപിയും രഥവുമാണ്. ₹50 നോട്ടിൽ കർണാടകയിലെ ഹംപിയും രഥവും. ₹100 നോട്ടിലോ ₹100 നോട്ടിൽ ഗുജറാത്തിലെ റാണി കി വാവ് കുളമാണ്. ഗുജറാത്തിലെ റാണി കി വാവ് കുളം. ₹100 നോട്ട്. ₹200 നോട്ടിലോ മധ്യപ്രദേശിലെ സാഞ്ചി സ്തൂപാണ്. സാഞ്ചി സ്തൂപം. ₹200 നോട്ട്. ₹500 ചെങ്കോട്ടയാണ്. ഡൽഹിയിലെ ചെങ്കോട്ട. ₹2000 മംഗൾയാനാണ്. മംഗൾയാൻ ചൊവ്വ ദൗത്യമായിട്ടുള്ള മംഗൾയാനാണ് കാണപ്പെടുന്നത്. അപ്പൊ ഒന്നും കൂടി നോക്കാം. ₹1 നോട്ടിൽ മുംബൈയിലെ സാഗർ സാമ്രാട്ട്. ₹2 ആര്യഭട്ട. ₹5 ട്രാക്ടർ കലപ്പ. ₹10 കൊണാർക്ക് സൂര്യക്ഷേത്രം. ₹20 നോട്ടിൽ എല്ലോറ ക്ഷേത്രം. ₹50 നോട്ടിൽ ഹംപി രഥവും. ₹100 നോട്ടിൽ റാണി കി വാവ് കുളം ഗുജറാത്തിലാണ്. ₹200 നോട്ടിൽ സാഞ്ചി സ്തൂപം. ₹500 നോട്ടിൽ ചെങ്കോട്ട. ₹2000 നോട്ടിൽ മംഗൾയാൻ. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് മാമാങ്കം. ആദ്യ മാമാങ്കം എന്നാ നടന്നത്? AD 829 ആദ്യ മാമാങ്കം നടന്നത്. AD 829 ആദ്യ മാമാങ്കം നടന്നത്. 829. അവസാന മാമാങ്കം എന്ന് നടന്നത് AD 1755 അവസാന മാമാങ്കം നടന്നത്. 1755 അവസാന മാമാങ്കം നടന്നത്. ആധുനിക മാമാങ്കം എന്നായിരുന്നു? 1999 1999. ഓക്കെ, തുടങ്ങിയത് ആരാണ്? രാജശേഖര വർമ്മയാണ് മാമാങ്കം നടന്നത്. നേതൃത്വ സ്ഥാനം വഹിക്കുന്നയാൾക്ക് പറയുന്ന പേരെന്താണ്? രക്ഷാപുരുഷ സ്ഥാനം എന്നാണ് പറയാം. നേതൃത്വ സ്ഥാനം വഹിക്കുന്നയാൾക്ക് പറയുന്ന പേര് രക്ഷാപുരുഷ സ്ഥാനം. ഓക്കെ, 12 വർഷത്തിലൊരിക്കലാണ് മാമാങ്കം നടക്കുന്നത്. 12 വർഷത്തിലൊരിക്കൽ. ഭാരതപ്പുഴയുടെ തീരത്തെ തിരുനാവായ, മലപ്പുറത്തെ തിരുനാവായയിലാണ് മാമാങ്കം നടക്കുന്നത്. 28 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് മാമാങ്കം. 28 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് മാമാങ്കം. ഓക്കെ, മാമാങ്കത്തിന് ചാവേറുകളെ അയക്കുന്നത് ആരാണ്? വള്ളുവ കോനാതിരിയാണ്. വള്ളുവ കോനാതിരി. മരണം വരിക്കുന്ന ചാവേറുകളെ കൂട്ടത്തോടെ അടക്കം ചെയ്യുന്നത് എവിടെയാണ്? മണിക്കിണറാണ്. മണിക്കിണർ. മരണം വരിക്കുന്ന ചാവേറുകളെ കൂട്ടത്തോടെ അടക്കം ചെയ്യുന്നത് മണിക്കിണർ. മാമാങ്കത്തിന് നേതൃത്വം നൽകുന്ന രക്ഷാപുരുഷൻ ഇരിക്കുന്ന സ്ഥലം എവിടെയാണ്? നിലപാടുതറ. ഓക്കെ, മാമാങ്കത്തിന് നേതൃത്വം നൽകുന്ന രക്ഷാപുരുഷൻ ഇരിക്കുന്ന സ്ഥലം നിലപാടുതറ. മാമാങ്കം അവസാനിപ്പിക്കാൻ കാരണം എന്താണ്? ഹൈദരലിയുടെ ആക്രമണമാണ് മാമാങ്കം അവസാനിപ്പിക്കാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്വാതന്ത്ര്യാനന്തര യുദ്ധങ്ങൾ ഇന്ത്യ. സ്വാതന്ത്ര്യാനന്തര യുദ്ധങ്ങൾ. ഓക്കെ, വർഷം, യുദ്ധം, ലക്ഷ്യം, പ്രധാനമന്ത്രി, ആ കാലത്തെ പ്രതിരോധ മന്ത്രി. ഓക്കെ, ആദ്യത്തെ ഇതാണ് 1947 ഇന്ത്യ പാക് യുദ്ധം. 1947 ഇന്ത്യ പാക് യുദ്ധം. ഓക്കെ, ലക്ഷ്യം എന്തായിരുന്നു? കശ്മീർ നിയന്ത്രണത്തിന് വേണ്ടിയായിരുന്നു. ഒന്നാമത്തത് കശ്മീർ നിയന്ത്രണത്തിന് വേണ്ടിയായിരുന്നു. ആ സമയത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. പ്രതിരോധ മന്ത്രി, ഡിഫൻസ് മിനിസ്റ്റർ ആരായിരുന്നു? ബൽദേവ് സിംഗ്. അപ്പോൾ ഫസ്റ്റ് ഡിഫൻസ് മിനിസ്റ്റർ ആരാണ്? ബൽദേവ് സിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെയാണ്. ടോട്ടൽ 5 യുദ്ധങ്ങളാണ്. അതിൽ രണ്ടാമത്തെ യുദ്ധം 1962. 1962. ഓക്കെ, ബാക്കിയെല്ലാം ഇന്ത്യ പാക് യുദ്ധമാണ്. 1962 രണ്ടാം യുദ്ധമാണ് ഇന്ത്യ ചൈന യുദ്ധം. ചൈനയായിട്ടുള്ള യുദ്ധം. ഓക്കെ, 1962. എന്താ ലക്ഷ്യം? എന്തായിരുന്നു? അരുണാചൽ പ്രദേശ് നിയന്ത്രണമാണ് ലക്ഷ്യം.
ഒന്നാമത് എന്തായിരുന്നു? കാശ്മീർ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട്. ഓക്കെ. 1962 ഇന്ത്യ ചൈന യുദ്ധം, അരുണാചൽ പ്രദേശ് നിയന്ത്രണം. നെഹ്റു ആണ് പ്രൈം മിനിസ്റ്റർ. നെഹ്റു, VK കൃഷ്ണമേനോൻ, അതുപോലെ നെഹ്റു ഡിഫൻസ് മിനിസ്റ്റേഴ്സ്. VK കൃഷ്ണമേനോനും നെഹ്റു. ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഡിഫൻസ് മിനിസ്റ്റർ ആരായിരുന്നു? VK കൃഷ്ണമേനോൻ, പിന്നെ നെഹ്റു. ഓക്കെ. അടുത്ത മൂന്നാമത്തെയാണ് 1965 ഇന്ത്യ പാക് യുദ്ധം. ഇതെന്തിനായിരുന്നു? കശ്മീർ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ വീണ്ടും കശ്മീർ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് 1947 കശ്മീർ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യ പാക് യുദ്ധം. 1965 കശ്മീർ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യ പാക് യുദ്ധം. അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് അന്നത്തെ പ്രധാനമന്ത്രി. ഡിഫൻസ് മിനിസ്റ്റർ YB ചൗഹാൻ ആണ്. YB ചൗഹാൻ. നാലാമത്തത് 1971 1971 ഇന്ത്യ പാക് യുദ്ധം. ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ബംഗ്ലാദേശ് സ്വാതന്ത്ര്യമാണ്. ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം 1971. ആരായിരുന്നു അന്നത്തെ പ്രൈം മിനിസ്റ്റർ? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ ജഗ്ജീവൻ റാം ആണ്. ജഗ്ജീവൻ റാം. ഓക്കെ. ഫിഫ്ത് വൺ ഈസ് 1999 കാർഗിൽ യുദ്ധം. 1999 കാർഗിൽ യുദ്ധം. എന്തായിരുന്നു ലക്ഷ്യം? ഇന്ത്യൻ നിയന്ത്രണ രേഖ ലംഘിച്ച് പാക് പട്ടാളക്കാരും ഭീകരവാദികളും കയറിയതാണ്. ഓക്കെ. ഇന്ത്യൻ നിയന്ത്രണ രേഖ ലംഘിച്ച് പാക് പട്ടാളക്കാരും ഭീകരവാദികളും കയറിയത്. 1999 കാർഗിൽ വാർ. അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയി ആണ്. വാജ്പേയി. അന്നത്തെ ഡിഫൻസ് മിനിസ്റ്ററോ ജോർജ് ഫെർണാണ്ടസ് ആണ്. ജോർജ് ഫെർണാണ്ടസ്. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ. ഓക്കെ. കമ്മീഷനുകൾ, ലക്ഷ്യങ്ങൾ, ശുപാർശകൾ. ഓക്കെ. ഒന്നാമത്തെ കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. അത് ഏത് വർഷമായിരുന്നു? 1948 അതായത് സ്വാതന്ത്ര്യം ലഭിച്ച് നെക്സ്റ്റ് വർഷം തന്നെ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ നിലവിൽ വന്നു. അപ്പോൾ ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സർവകലാശാല വിദ്യാഭ്യാസമാണ്, യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസമാണ്. ഓക്കെ. ശുപാർശകൾ എന്തൊക്കെയായിരുന്നു? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, അതായത് വൊക്കേഷണൽ. പിന്നെ അതേപോലെ രണ്ടാമത് സ്ത്രീ വിദ്യാഭ്യാസം പ്രധാനം. സ്ത്രീ വിദ്യാഭ്യാസ പ്രധാനം. ഓക്കെ. മൂന്നാമത്തത് UGC രൂപീകരിക്കുക. UGC രൂപീകരിക്കുക, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസ പ്രധാനം. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 സർവകലാ വിദ്യാഭ്യാസം ലക്ഷ്യം. ഓക്കെ. രണ്ടാമതാണ് ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ. ടോട്ടൽ 3 കമ്മീഷൻസ് ആണുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ. അതിൽ രണ്ടാമതാണ് ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ. 1952 1952 ഓക്കെ. എന്തായിരുന്നു ലക്ഷ്യം? ലക്ഷ്യം എന്ന് പറയുന്നത് സെക്കൻഡറി വിദ്യാഭ്യാസമാണ്. ലക്ഷ്യം സെക്കൻഡറി വിദ്യാഭ്യാസം. ഒന്നാമത്തെ ശുപാർശ എന്ന് പറയുന്നത് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക, ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ. ഓക്കെ. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കുക. അതുപോലെ മൂന്നാമത്തത് വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക. നാലാമത്തത് അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക. അപ്പൊ ഒന്നാമത് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക. രണ്ടാമത്തത് സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കുക. മൂന്നാമത്തത് വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക. നാലാമത്തത് അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക. മൂന്നാമത്തത് ഡോക്ടർ കോത്താരി കമ്മീഷൻ 1964 ആണ്. ഡോക്ടർ കോത്താരി കമ്മീഷൻ 1964. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഏതാണ്? ഡോക്ടർ കോത്താരി കമ്മീഷനാണ്. 1964 ഡോക്ടർ കോത്താരി കമ്മീഷനാണ്. ഓക്കെ. ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? സെക്കൻഡറി വിദ്യാഭ്യാസം. അപ്പൊ ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷന്റെയും അതേപോലെ ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ലക്ഷ്യം സെക്കൻഡറി വിദ്യാഭ്യാസമായിരുന്നു. ശുപാർശ എന്തായിരുന്നു? ശുപാർശ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം. ഡോക്ടർ കോത്താരി കമ്മീഷൻ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം. അതുപോലെ സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. മൂന്നാമത്തത് മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് ആണ് കായിക വിനോദങ്ങളും കളിക്കാരുടെ എണ്ണവും. കായിക വിനോദങ്ങളും കളിക്കാരുടെ എണ്ണവും. കളികൾ, കളിക്കാരുടെ എണ്ണം. ഓക്കെ. ബീച്ച് വോളിബോളിൽ എത്ര കളിക്കാരാണുള്ളത്? 2 കളിക്കാരാണുള്ളത്. ബീച്ച് വോളിബോളിൽ 2 കളിക്കാർ. പോളോയില് 4 കളിക്കാരാണ്. 4 കളിക്കാർ. ബാസ്കറ്റ്ബോളിലോ? ബാസ്കറ്റ്ബോളിൽ 5 കളിക്കാരാണുള്ളത്. വനിതാ ബാസ്കറ്റ്ബോളിലും 5 കളിക്കാരാണുള്ളത്. അപ്പോൾ ബാസ്കറ്റ്ബോളിലും വനിതാ ബാസ്കറ്റ്ബോളിലും 5 കളിക്കാർ. പോളോയില് 4, ബീച്ച് വോളിബോളിൽ 2. വോളിബോളിലോ? സാധാ വോളിബോളിൽ 6 ആണുള്ളത്. 6. ബീച്ച് വോളിബോളിൽ 2 ആൾക്കാരേ ഉള്ളൂ. പക്ഷെ സാധാ വോളിബോളിൽ 6 പേരാണുള്ളത്. ഐസ് ഹോക്കിയിലും 6 പേരാണുള്ളത്.
അപ്പൊ 6 പേരുള്ളത് ഏതൊക്കെയാണ്? വോളിബോളും അതുപോലെ ഐസ് ഹോക്കിയിലും. കബഡി അതുപോലെ വാട്ടർ പോളോ 7 പേരാണുള്ളത്. കബഡി, വാട്ടർ പോളോ ഒരു ടീമിൽ 7 പേരാണുള്ളത്. 7 പേര്. ഓക്കെ. ബേസ്ബോളും ഖോഖോയും 9 പേരാണുള്ളത്. ബേസ്ബോളും ഖോഖോയും 9 പേരാണുള്ളത്. കളിക്കാരുടെ എണ്ണം 9. ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോള് ഇവയിലൊക്കെ 11 പേരാണുള്ളത്. കളിക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 11 പേരാണ്. റഗ്ബിയിൽ എത്ര പേരാണ്? 15 പേരാണ്. റഗ്ബിയിൽ 15 പേര്. അപ്പൊ മാക്സിമം ഉള്ളത് 15 പേരാണുള്ളത് റഗ്ബിയിൽ. ഏറ്റവും കുറവുള്ളത് ബീച്ച് വോളിബോൾ ആണ് 2. സാധാ വോളിബോൾ 6. കബഡിയിൽ 7, വാട്ടർ പോളോയിൽ 7, ബേസ്ബോള് ഖോഖോയിൽ 9, ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോളിൽ 11, റഗ്ബിയിൽ 15, ഐസ് ഹോക്കി അതുപോലെ വോളിബോളിൽ 6, വനിതാ ബാസ്കറ്റ്ബോളും അതേപോലെ ബാസ്കറ്റ്ബോളും 5, പോളോയിൽ 4. Okay, thank you so much for listening me. We'll see you in next video. Thank you very much.